അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് اللهم أعزنا بعزتك اللهم اغفر لنا بمغفرتك اللهم ارحمنا برحمتك اللهم اعف عنا بعفوك اللهم سلمنا بسلامتك اللهم انصرنا بنصرتك يا خير الناصرين اللهم ارحمنا فإنك خير الراحمين പടച്ചവനെ രാജാതിരാജനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ഈ സമയം വരെയും അതാ ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട പൊന്നുമക്കളുടെ സന്തോഷങ്ങൾ കാണുന്നതിന് വേണ്ടി ക്ഷമിച്ചവരാണേ റബ്ബേ അല്ലാ അല്ലാ പടച്ചവനെ നാളെ മഹ്ശറിൽ വരുമ്പോൾ അവിടെ രക്ഷപ്പെടാനുള്ളൊരു സബബാക്കി ഇതിനെ മാറ്റണേ റബ്ബേ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസുകളാക്കി ഞങ്ങളുടെ മജ്‌ലിസുകളെ മാറ്റണേ റബ്ബേ ജീവിതത്തിൽ പല തെറ്റും കുറ്റങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയും വന്നവരാണേ റബ്ബേ പൊറുക്കാൻ കഴിവുള്ളവരല്ല റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ ഭാര്യ മക്കൾക്ക് പുറത്തു കൊടുക്കണം റബ്ബേ കൂടപ്പറപ്പീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ കൂടെ പ്രവർത്തിക്കുന്നവർക്കും നീ പുറത്തു കൊടുക്കണം റബ്ബേ സഹായിച്ച സഹകരിച്ച പല കരങ്ങളും ഉണ്ടേ റബ്ബേ അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ പടച്ചവനെ ഈ സദസ്സിൽ ആമീൻ പറയുന്ന പലവരുടെയും വാപ്പമാര് ഖബറിലാണേ റബ്ബേ ഉമ്മമാര് ഖബറിലുള്ളവരുണ്ടേ റബ്ബേ മക്കള് മരണപ്പെട്ടു പോയവരുണ്ടേ റബ്ബേ വാപ്പയും ഉമ്മയും ദുനിയാവിന്റെ മുകളിൽ അതാ ജീവിക്കുമ്പോ പൊന്നു മക്കള് ഖബറിൽ കിടക്കുന്നവരുണ്ടേ റബ്ബേ ഭാര്യമാര് മരിച്ചവരുണ്ടേ റബ്ബേ ഭർത്താക്കന്മാര് മരിച്ചവരുണ്ടേ റബ്ബേ ഉസ്താദന്മാര് ഞങ്ങളെ പഠിപ്പിച്ച ഈ കോലത്തിലാക്കിയ ഉസ്താദന്മാര് പലവരും ഖബറിലാണേ റബ്ബേ അല്ലാ അല്ലാ അവരുടെ ആഖിർ നീ വെളിച്ചമാക്കണേ റബ്ബേ ഈ മജ്‌ലിസിന്റെ മിസ്രി സവാബ് അവരിലേക്ക് ഈ സെക്കൻഡിൽ തന്നെ എത്തിക്കണേ റബ്ബേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ സമയം വരെ വഫാത്തായ എല്ലാ മുഅ്മിനീങ്ങളുടെ ഹദറങ്ങളിലേക്കും എത്തിക്കണേ റബ്ബേ അവർ ആഖിർ നീ വെളിച്ചമാക്കണേ റബ്ബേ ഈ പൊന്നുമക്കളെ പൊന്നുമക്കൾക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ₹1 മുതൽ ലക്ഷങ്ങൾ തന്നവരുണ്ട് റബ്ബേ അവര് കുടവാട മേടിക്കാൻ തന്നവരുണ്ട് സ്വർണത്തിലേക്ക് സഹായിച്ചവരുണ്ട് പടച്ചവനെ ഇന്ന് ആ ഭക്ഷണത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട് കയ്യും കണക്കില്ലാത്ത പ്രതിഫലം ദുനിയാവിലും നാളെ ആഖിറത്തിലും അവർക്കും ഞങ്ങൾക്കും തരണേ റബ്ബേ ഇതൊന്നും നീ വെറുതെ ആക്കല്ലേ റബ്ബേ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ ഏറ്റെടുത്തവരെ നീ സന്തോഷത്തിലാക്കണേ റബ്ബേ പടച്ചവനെ വടുതരയിലേക്ക് എൻ്റെ അമ്മോസരും തങ്ങളും കൂടിയിട്ട് പിരിവിന് പോയപ്പോ പടച്ചവനെ വെപ്പുകാരനായ സിദ്ദീഖിന്റെ വീട്ടില് അവര് കേറിയപ്പോ അവര് പറഞ്ഞു തങ്ങളെ അവിടുത്തേതായിരിക്കുന്ന മജ്‌ലിസില് വരുന്ന ജനങ്ങൾക്ക് ₹1 പോലും ഞങ്ങൾക്ക് വേണ്ട എൻ്റെ കൂടെ പെടുന്ന 3 മക്കൾ
സഹോദരങ്ങളുണ്ട്, അവർക്കും നയാ പൈസ കൂലി വേണ്ട തങ്ങളെ. അവിടുത്തെ ദുആ മാത്രം മതി, അവിടുത്തേതായിരിക്കുന്ന ബറക്കത്ത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖും കൂട്ടാളികളും ഇന്ന് ഇവിടെ വരുന്നതായിരിക്കുന്ന ജനങ്ങൾക്ക് ഇന്നലെ അതാ വൈകുന്നേരം 3 മണി മുതൽ വന്നിട്ട് ഈ സമയം വരെയും നമുക്ക് വേണ്ടി പാടുപെട്ടവരാ. കൂലി ആഗ്രഹിച്ചിട്ടല്ല റബ്ബേ, എത്ര കൊടുത്താലും മതിയാവുകയില്ല റബ്ബേ. പടച്ചവനെ, ആ സിദ്ദീഖിന്റെ പൊന്നുമോന്റെ അവസ്ഥകള് അവരും ഭാര്യ എന്നെ കാണാ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടേ റബ്ബേ, അവരുടെ രണ്ടുപേരുടെയും കണ്ണടയുന്നതിന് മുമ്പായിക്കൊണ്ട് വേണ്ടതായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വേണ്ട സമയമാവുമ്പോ വേണ്ടത് ചെയ്യണേ റബ്ബേ. കൂടെ പ്രവർത്തിക്കുന്നവർക്കും ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അതിവിടെ മാത്രമല്ല കേട്ടോ, ഏത് യതീമായ പാവപ്പെട്ട പൊന്നുമക്കളുടെ വീട്ടുകാരോ സിദ്ദീഖാൻ ഞങ്ങളുടെ കയ്യിൽ കൂലിയില്ല കേട്ടോ, പൈസ തരാനില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലിക്കാശ് പോലും കൂലി മേടിക്കാതെ അവർ കഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. ഈ മജ്‌ലിസ് നടക്കുന്നത് വരെയോ ഓരോ പ്രാവശ്യവും ഓരോരുത്തരും ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അല്ലാഹ് ഇറക്കി തരുന്നുണ്ട്. പക്ഷേ ഒരാളും ഞങ്ങളോട് തങ്ങളെ കൂലി വേണമെന്ന് പറഞ്ഞിട്ടില്ല റബ്ബേ. നിന്റെ കൂലി ആഗ്രഹിക്കുന്നവരാണ്, നിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നവരാണ്. നീ കൊടുക്കണേ അല്ലാ, കൊടുക്കണം റബ്ബേ. എന്റെ കൂടെ അതാ ഇടതും വലതും മുമ്പിലും പിന്നിലുമായിക്കൊണ്ട് എന്റെ കൂടെ പറപ്പീങ്ങളെക്കാളും സ്നേഹിക്കുന്ന സയ്യിദന്മാര് മുഈനുദ്ദീൻ തങ്ങൾ, സാദിഖ് തങ്ങൾ, സാദിഖ് അതേപോലെ തന്നെ ജാഫർ ഫാദിൽ ഉസ്താദ്, താഹിർ ഉസ്താദ്, അതേപോലെ തന്നെ അലി ഉസ്താദ്, അതേപോലെ എൻ്റെ അമ്മോശരൊക്കെ ഏത് സമയം എൻ്റെ കൂടെയുണ്ട് റബ്ബേ. പടച്ചവരെ, വർഷങ്ങളോളമായതാണ്, ഈ പേരിന് മാത്രമാണ് ഞാൻ മുമ്പന്തിയിൽ. എന്റെ ശാരീരികമായ അവസ്ഥകൾ അവർക്കറിയാം, മാനസികമായ അവസ്ഥകൾ തങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായാൽ മതി. ഞങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്തോണ്ട് ആളായിട്ട് നിങ്ങൾ മുമ്പിലുണ്ടായാൽ മതി. അവർക്കൊന്നും ആയിരക്കണക്കുറുപ്യ കൂലിയൊന്നുമില്ല, നിസ്സാരമായ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ബറക്കത്തിന് വേണ്ടി പാടുപെടുന്നവരാണ് റബ്ബ്. തങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ് റബ്ബ്. 2 പെൺകുട്ടികളെ നീ ദുനിയാവിൽ കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. ഒരു ആൺകുട്ടീനെ പ്രസവിക്കാൻ അല്ലാഹ് ഭാഗ്യം കൊടുക്കണേ റഹ്മാൻ. അവരുടെ വാപ്പ ഖബറിലാണ്, അവരുടെ വാപ്പയുടെ ഖബറിലേക്ക് മകന്റെ അധ്വാനത്തിന്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സുമയ്യ 17 വയസ്സുള്ള പൊന്നു പെങ്ങളാണ്, ബീബിക്കുട്ടിയാണ്. കൊറ്റവന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കേണ്ട സുമയ്യാണ്. പടച്ചവരെ, 17 വയസ്സാവുമ്പത്തിനും അവളുടെ ശരീരത്തിൽ അവിടെയും എവിടെയും മുഴ വന്നിട്ട് കീറി മുറിച്ചു കളഞ്ഞു റബ്ബേ. പടച്ചവരെ, അത് കഴിഞ്ഞപ്പത്തൊരു TV ആണെന്ന് പറഞ്ഞു ഡോക്ടർമാര് വിധി പ്രഖ്യാപിച്ചു. പൊന്നുമോളെ, പഠിക്കുന്ന പൊന്നുമോളാണ്. എന്റെ മക്കളടക്കം എല്ലാ മക്കളോടും ഉപ്പയായിരിക്കുന്നൊരൊറ്റ വസിയത്ത്, ഉപ്പാരങ്ങൾ കരിവാരിത്തേക്കരുത് കേട്ടോ. ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ പിന്നാലെ ഓടിപ്പോയി അവരൊക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൽബ് നിങ്ങൾ വേദനിപ്പിക്കരുത് മക്കളെ. എല്ലാ മക്കളോടും പറയാറുള്ളത് അത്ര മാത്രമാണ്. പലതും പറഞ്ഞുകൊണ്ട് നമ്മളെ വശീകരിക്കാൻ പലവരും ഉണ്ടാകും. മക്കളെ, ചതിയിൽ പെടണ്ട മക്കളെ. അള്ളാന്റെ വിധി വരുമ്പോ നിങ്ങൾക്കുള്ള സമ്മാനം നിങ്ങൾക്ക് അല്ലാഹ് തരും മക്കളെ.
ഒരച്ഛന്മാരെയും അമ്മമാരെയും വാപ്പമാരെയും ഉമ്മമാരെയും വേദനിപ്പിക്കരുത്. എന്റെ മക്കളോടടക്കമാണ്, സുമയ്യാനോടടക്കമാണ്, അവരെ കൂടെ പഠിക്കുന്ന ഡോക്ടർമാരോടൊക്കെ പറയാണ്, മക്കളെ ഹറാമ് തുടങ്ങിയാൽ ഒടുക്കവരെയും ഹറാമ് തന്നെയാണ് കേട്ടോ. 16, 17, 20 വയസ്സായ പാലക്കാട് കരിമ്പയിലുള്ള പൊന്നുമക്കള് +2 എക്സാം കഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയതാണ്. വേദാ കൂട്ടുകാരൊത്തുകൊണ്ട് പോയവരാണ് കേട്ടോ. ആലി അടക്കമുള്ളവര് ചിന്തിച്ച മക്കളെ, ആ പൊന്നുമക്കള് വീട്ടിലേക്ക് എത്താൻ 1/2 കിലോമീറ്റർ മാത്രമാ. പക്ഷേ അസ്രായീൽ ലോറിയുടെ രൂപത്തിൽ വന്നിട്ട് 4 മക്കളെയും പൊന്നുമക്കളെ ചതച്ചരച്ചു കളഞ്ഞു. മക്കളെ, ആ വാപ്പാടെ അവസ്ഥ എന്താണ്? ആ ഉമ്മമാരുടെ അവസ്ഥ എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ, ഉസ്താദുമാർ, ഞങ്ങളൊക്കെ ഉറക്കമൊഴിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്, ക്ഷീണമുള്ളവരാണ്. അല്ലാഹുവേ, അപകടത്തിന് പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങൾ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പേ ആയിക്കൊണ്ട് ഞങ്ങളുടെ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സമയമാവുമ്പോ വേണ്ടതായിരിക്കുന്ന രീതിയിൽ ഹൈറുള്ളവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ പൊന്നുമക്കളുടെ സന്തോഷിപ്പിച്ചതിന്റെ ഫളിൽ കൊണ്ടെങ്കിലും നീ തരണേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾക്ക് ആ കുട്ടികളെ നീ തന്നിട്ടുണ്ട്, പെൺകുട്ടികളെ തന്നിട്ടുണ്ട്, ഉപകരിപ്പിക്കണേ റബ്ബേ. തല തെറിച്ച മക്കളാക്കല്ല റബ്ബേ, കഞ്ചാവിന്റെ അടിമകളാക്കല്ല റബ്ബേ, ചൂതാട്ടത്തിന്റെ മക്കളാക്കല്ല റബ്ബേ. പഠിച്ചവരെ, അങ്ങനത്തെ ദുശീലങ്ങളുള്ള മക്കളാർ എവിടെയുണ്ട് അവരുടെ ഖൽബുകൾ അല്ലാഹുവേ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ അവരുടെ ഖൽബിലുള്ള ശൈത്താന്റെ ശർറ് നീ മാറ്റിയിട്ട് നന്നാക്കണം റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ടേ റബ്ബേ, യോജിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക്, ഭാര്യ മക്കൾക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തരണേ റബ്ബേ. ഞങ്ങളാക്കി തന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഗുണം കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ വല്യപ്പാര്, ഞങ്ങളുടെ അയൽവാസികളായ പലവരും ഇന്ന് 6 അടി മണ്ണിലാണ് റബ്ബേ. അവർക്കൊക്കെ അതിന്റെ സന്തോഷം എത്തിക്കണേ റബ്ബേ. പടച്ചവനെ, എന്റെ വാപ്പ പറഞ്ഞതുപോലെ 313 പെണ്ണുങ്ങളെ, പുതിയ എണ്ണുങ്ങളെ ഇറക്കി കൊടുക്കാൻ എനിക്കും എന്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കോ നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, അതിന്റെ കൂടെ ആയിക്കൊണ്ട് അതാ മജ്ലിസുൽ മദീന ഹിഫ്ദുൽ ഖുർആൻ, മജ്ലിസുൽ മദീന ഹിഫ്ദുൽ ഖുർആൻ കോഴ്സോ, ഷാഫിയ കോഴ്സോ തുടങ്ങാൻ അതാ തങ്ങളും കൂട്ടരും ആഗ്രഹിക്കുന്നുണ്ടേ റബ്ബേ. പോരാ, മജ്ലിസുൽ മദീന ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക് കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടേ റബ്ബേ. വേണ്ട സമയമാവുമ്പോ അതിനുള്ള സ്ഥലങ്ങളും മറ്റും അടുപ്പിച്ച് തന്നിട്ട് വേണ്ടത് ചെയ്യാനുള്ള വേണ്ടുക ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. പടച്ചവനെ, അടുത്ത മാസം 22-ന് ഈ 2 പൊന്നുമക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ. എന്റെ കൂടപ്പറപ്പികളായ പ്രവർത്തകന്മാരും ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ. നിന്നെ കണ്ടുകൊണ്ട് മാത്രമാണ് ആ മക്കളെ ഇറക്കി കൊടുക്കാൻ നീ വഴി തരണേ റബ്ബേ. വാതിലുകൾ ഞങ്ങൾ സഹായിപ്പിക്കണേ റബ്ബേ. ആ മക്കളെന്ന് കരഞ്ഞിട്ടാണ് റബ്ബേ ഇവിടുന്ന് പോകുന്നത്. അവരെ സന്തോഷത്തോടെ അടുത്ത മാസം 22-ന് ഇറക്കി കൊടുക്കാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ.
അതേപോലെതായ ജമ്മേപ്പാടുള്ളതായിരിക്കുന്ന യതീമായ കുട്ടീനെയും ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ. അതിൽ തന്നവർ, തെരീപ്പിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവരൊക്കെ ഉണ്ട്. കയ്യും കണക്കില്ലാത്ത പ്രതിഫലം ദുനിയാവിൽ നാളെ ആഖിറത്തിൽ കൊടുക്കണം റബ്ബേ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും തന്ന അഹ്സൻ ഉസ്താദ്, അതേപോലെ റഹ്മാൻ ഉസ്താദ്, മറ്റുള്ളവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലോ. അവരുടെ ശബ്ദഗാംഭീരതകൾ നീ നശിപ്പിക്കല്ലേ അല്ലോ. സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള കരുത്ത് അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലോ. പടച്ചവനെ ഞങ്ങളുടെ കൽബുകളൊക്കെ നന്നാക്കണേ അല്ലോ. മനസ്സുകളെ ശുദ്ധിയാക്കണേ അല്ലോ. ഹറാമുകളെ തൊട്ട് കാക്കണേ അല്ലോ. പലവരും ഗർഭവതികളുണ്ട്, പ്രസവം സന്തോഷമാക്കണേ അല്ലോ. വിവാഹപ്രായമെത്തിയിട്ട് പ്രായം കഴിഞ്ഞവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ ജീവിതം ദുനിയാവിൽ മാപ്പിളാരുടെ കൂടെ ജീവിക്കല് പൊരുത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണം റബ്ബേ. ഇന്നിവിടെ വെച്ച് നടത്തിയതായ എല്ലാ നിക്കാഹുകളും താലികെട്ടുകളും സ്വീകരിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. ദൈവം അവർക്ക് വേണ്ടതൊക്കെ വേണ്ട സമയമാകുമ്പോൾ കൊടുക്കട്ടെ. സന്തോഷമുള്ള ജീവിതം അവർക്ക് കൊടുക്കട്ടെ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ വല്യപ്പാര് വല്യമാര് മുടീസിനും മറ്റും കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഖൈറുള്ള കൊടുക്കട്ടെ. മരണപ്പെട്ടു ഓരോ ഖബറിലേക്ക് എത്തിക്കട്ടെ. ഒരു ഹക്ക് പോലെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് തന്നെയാണ്. യതീമിന്റെ മക്കളെ യതീമിന്റെ മുതൽ വേണ്ട, പാവങ്ങളുടെ മുതൽ സമ്പാദിക്കേണ്ട, പലവരുടെയും പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിലും ജീവിക്കേണ്ട, സ്വന്തം അധ്വാനിച്ചുകൊണ്ട് ജീവിക്കണോ. അതിന് മക്കളെ നിങ്ങൾ ഖൈറ് തെരഞ്ഞെടുത്തോ, പൊരുത്തം സ്വീകരിച്ചോ, കുരുത്തം സ്വീകരിച്ചോ. അള്ളാഹു ഉയർത്തേണ്ട സമയമാവുമ്പോ വേണ്ടതൊക്കെ അള്ളാഹു എത്തിച്ചു തരട്ടെ. എല്ലാ മക്കൾക്കും അള്ളാഹ് ഖൈറ് കൊടുക്കട്ടെ. ഈ ഒരുമിച്ച് കൂടിയവർക്കും വന്നവരും പോയവരും ഒരു അപകടം കൂടാതെ അവരെ വീട്ടിലേക്ക് നീ എത്തിക്കണേ അല്ലോ. പാലക്കാടുള്ള 4 പൊന്നുമക്കള് പടഞ്ഞു മരിച്ചതുപോലെ ഈ സദസ്സിൽ വന്ന ഒരാളും വീട്ടിലെത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലോ. ഇവരെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് വീട്ടിലുള്ളവര് മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ കേൾക്കേണ്ട അവസ്ഥയും വരുത്തല്ലേ അല്ലോ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم يا عزيز يا ودود برحمتك يا أرحم الراحمين.